अगला कांग्रेस जिंदाबाद। പ്രതിഷേധം 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 जय 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 महिला कांग्रेस जय जय महिला कांग्रेस जय 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 महिला कांग्रेस वीरा एमएलए वीरा एमएलए जय 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 महिला कांग्रेस वीरा मुकेश कांग्रेस जिंदाबाद कांग्रेस जिंदाबाद तुम्हारे
യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് രാജിവെച്ചു പുറത്തുപോകൂ രാജിവെച്ചു പുറത്തുപോകൂ ദേശം തരുമലനാട് വീര മുകേഷ് രാജിവെച്ച പുറത്തുപോകൂ രാജിവെച്ച പുറത്തുപോകൂ കേസെടുക്കൂ പോലീസ് കേസെടുക്കൂ പോലീസ് ചെരുപ്പിളക്കി പോലീസ് ചെരുപ്പിളക്കി പോലീസ് പിണറായിയുടെ പോലീസ് പിണറായിയുടെ പോലീസ് സിന്ദാബാദ് 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 യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് മുകേഷ് പീഡനവീര മുകേഷ് പീഡനവീര രാജിവെച്ച പുറത്ത് രാജിവെച്ച പുറത്ത് രാജിവെച്ച് രാജിവെച്ച് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് അറസ്റ്റ് ചെയ്യൂ പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ് പിണറായിയുടെ പോലീസ് പിണറായിയുടെ പോലീസ് ചെരുപ്പിളക്കി പോലീസ് ചെരുപ്പിളക്കി പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ് മുകേഷിനെ അറസ്റ്റ് ചെയ്യൂ പോലീസ് മുകേഷിനെ അറസ്റ്റ് ചെയ്യൂ പോലീസ് കോൺഗ്രസിൻ പ്രതിഷേധം കേരളത്തിന്റെ അപമാനം കോൺഗ്രസ് സിന്ദാബാദ് രാജിവെക്കോ പുറത്തു പോകും മുകേഷ് തെമ്മാടി അറസ്റ്റ് ചെയ്യൂ പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ് ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ് അറസ്റ്റ് ചെയ്യൂ പോലീസ് മുകേഷ് തെമ്മാടി മുകേഷ് തെമ്മാടി മുകേഷ് തെമ്മാടി മുകേഷ് തെമ്മാടി രാജിവെയുടെ പുറത്തു പോകണം രാജിവെയുടെ പുറത്തു പോകണം രാജിവെയുടെ പുറത്തു പോകണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ MLA-യും സിനിമാ നടനുമായ ശ്രീ M. മുകേഷിനെതിരെ ഇവിടെ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. ഹേമ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സിനിമയിലെ പല പ്രമുഖരും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. MLA ആയിരിക്കുന്ന ശ്രീ M. മുകേഷ് അദ്ദേഹത്തിനെതിരെ ഇത്രയും കൃത്യമായ രീതിയിൽ ഒരു നടി സമൂഹത്തിന് മുൻപിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ട് പോലും അദ്ദേഹത്തിന് ഒരു നടപടിയെടുക്കാനോ പുതിയൊരു കമ്മീഷൻ വെച്ചപ്പോൾ അതിൽ പോലും അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുകയും ചെയ്ത ഈ ഇടതുപക്ഷ സർക്കാർ ഇവർ ആർക്കൊപ്പമാണ്? ഇവിടെയുള്ള സ്ത്രീകൾക്കൊപ്പമല്ല, ഇവിടത്തെ പീഡകരായിട്ടുള്ള നടന്മാർക്കൊപ്പമാണ് അവർ നിലകൊള്ളുന്നത്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ സമരവുമായി എത്തിയിരിക്കുന്നത്. ഈ സമരത്തിന് ആദ്യമേ തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ യൂത്ത് കോൺഗ്രസിന്റെ ആരാധനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ രജിത് രവീന്ദ്രനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഏറെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ MLA-യും കൊല്ലത്തിന്റെ MLA-യും പ്രമുഖ സിനിമാ നടനുമായിട്ടുള്ള മുകേഷിനെതിരെ ഒരു കേസ് ഇന്ന് ഗവൺമെന്റ് പോലീസ് എടുത്തിട്ട് പോലും അയാളോട് രാജി ആവശ്യപ്പെടാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. ഇതിന്റെ പ്രതിഷേധം ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതോറും ഗവൺമെന്റിന് യാതൊരു കുലുക്കവുമില്ലാതെ മുമ്പോട്ട് പോകുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധവുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ പ്രതിഷേധം തുടരും. ഇതുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി തിരുവനന്തപുരത്തിന്റെ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സയ്യിദ് അലി കാപ്പാടി അവറുകളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട കഴക്കൂട്ടം അസംബ്ലി കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഭിജിത്ത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി രജിത് രവീന്ദ്രൻ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി രേഷ്മ, യൂത്ത് കോൺഗ്രസ് വട്ടിയൂർക്കാവ് അസംബ്ലി കമ്മിറ്റിയുടെ അധ്യക്ഷൻ രഞ്ജിത്ത്, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ബെഡായി മുകേഷിന് കാവൽ നിൽക്കേണ്ട ഗതികേടാണ് കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനും പോലീസിനുമുള്ളത്. മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഇട്ട് കേസെടുത്തിട്ട് എൻ്റെ പിന്നിൽ അഭിമാനത്തോട് പഠിച്ച് മുന്നോട്ട് കടന്നു വന്ന് പോലീസ് സേനയിൽ അംഗമായ ഈ പിന്നിൽ നിൽക്കുന്ന പോലീസിന് നാണമില്ലേ എന്നാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ചോദിക്കുന്നത്. എന്തിനും ഏതിനെങ്കിലും ആരെങ്കിലും ചെറിയൊരു പരാതി കൊണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ തന്നാൽ ആ തിരിഞ്ഞും വിരിഞ്ഞും നോക്കാതെ കേസെടുത്ത് പാവപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്ന
കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ബിഡായി മുകേഷിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഗതികേട് നിങ്ങൾ ഈ പണി നിർത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. പിണറായി വിജയനെ പേടിയാണ്. നിങ്ങൾ ആര് പറഞ്ഞിട്ട് ആണ് ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തത്? പക്ഷേ അറസ്റ്റ് ചെയ്യാൻ എന്താണ് താമസിക്കുന്നത്? ഞങ്ങൾക്ക് തോന്നുന്നു ഇന്നലെ രാത്രി മുതൽ മുകേഷ് ഈ വീട്ടിനുള്ളിലുണ്ട്. ഇന്നലെ മുതൽ കേരളത്തിലെ പോലീസ് കാവൽ നിൽക്കുകയാണ്. ഗതികേടല്ലേ ഇത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമല്ലേ? ഇന്നലകളിൽ ഇതുപോലെ ഒരു സംഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ കൊടിയും പിടിച്ചു വരുന്ന പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐ എവിടെ പോയി? കൊല്ലത്തെ ഡിവൈഎഫ്ഐയും SFI എവിടെ പോയി? കേരളത്തിലെ ഡിവൈഎഫ്ഐയും SFI എവിടെ പോയി? അതിനെല്ലാം ഉപരി കേരളത്തിലെ സാംസ്കാരിക നായകർ എവിടെ പോയി? എന്തിനും ഏതിനും പ്രതികരിക്കുന്ന സാംസ്കാരിക നായകരുടെ നാക്ക് എവിടെയാണ്? കേരളത്തിലെ സാംസ്കാരിക മുഖമുള്ള CPM നേതാക്കൾ എവിടെയാ? ആരുമില്ല. ഇത് കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ പൊതു സമൂഹത്തിന് കൊടുക്കണം മെസ്സേജ് എന്തെന്ന് പറഞ്ഞാൽ പീഡകരെ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ LDFന്റെയും പിണറായി വിജയനും നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മുകേഷിനെ പോലെ ഉള്ള ഒരു പീഡകനെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? എന്തിനാണ് സംരക്ഷിക്കുന്നത്? പീഡക ഉള്ള ഒരു മന്ത്രിസഭയുണ്ട്, ഗണേശുണ്ട്. ഗണേശും മുകേഷും അടങ്ങുന്ന ആളുകളാണ് കേരളത്തിലെ LDFന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് അവസാനിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട മുകേഷിന് കാവൽ നിൽക്കുന്ന ഇവിടുത്തെ പോലീസിനോട് യൂത്ത് കോൺഗ്രസ് പറയുന്നു, തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ കൊടിയും തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടിയും കണ്ടു മാത്രമേ കൊല്ലത്തേക്ക് മടങ്ങാൻ പറ്റുള്ളൂ. രാജിവെച്ച് പുറത്ത് വരുന്നതുവരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധങ്ങളുമായി ഉണ്ടാവും. നാണം കെട്ടിയിരിക്കുന്നതിനേക്കാൾ ഉപരി ബേക്കി പോയ വീട്ടിന്റെ മുകളിൽ നിന്ന് ചാടിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും ഗതികെട്ട ഒരു MLA കേരളത്തിന് കണ്ടിട്ടില്ല. ഇത് കേരളത്തിന്റെ അപമാനമാണ്. പിണറായി വിജയൻ കേരളത്തിലെ സ്ത്രീകൾക്ക് എവിടെയാണ് സുരക്ഷ ഒരുക്കുന്നത്? ഒരു സുരക്ഷയുമില്ല. വാചക കസർത്ത് നടത്തുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, മാറ്റി അറസ്റ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. രാജിവെക്കോ പുറത്തു പോവോ. മുകേഷ് തെമ്മാടി. രാജിവെക്കോ പുറത്തു പോവോ. രാജിവെക്കോ പുറത്തു പോവോ. മുകേഷ് തെമ്മാടി. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. മാരക്കേട്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. Hello, Mr. Mukesh. Hello, Mr. Mukesh. Hello, Mr. Mukesh. Hello, Mr. Mukesh. Malakkedu. രാജിവെക്കോ പുറത്തു പോവോ. മുകേഷ് തെമ്മാടി. സഖാവങ്ങൾ